ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് KSRTC ബസ്സിൽ ചാലക്കുടിയിൽ നിന്ന് മലക്കപ്പാറയിലേക്കാണ് യാത്ര. ചാലക്കുടി KSRTC ബസ് സ്റ്റാൻഡ്. ഇവിടെ നിന്നാണ് ഇന്ന് നമ്മൾ പുറപ്പെടുന്നത് മലക്കപ്പാറയിലേക്കുള്ള യാത്രയ്ക്ക്. ഇവിടെ കാണുന്ന ഈ ടൂറിസം ഓഫീസിലാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത്. ബുക്കിംഗ് കഴിഞ്ഞാൽ യാത്രയുടെ മുഴുവൻ വിവരങ്ങളും വാട്സപ്പിൽ തന്നെ അയച്ചു തരുന്നു. പിന്നീട് പേയ്മെൻറ്റിനുള്ള QR കോഡ് മൊബൈലിലേക്ക് എത്തും. വളരെ എളുപ്പവും സൗകര്യപ്രദവുമായ സംവിധാനം. ഇവിടെ ഒരു കാര്യം ആദ്യമായി വരുന്നവരുടെ ശ്രദ്ധ പിടിച്ചുപറ്റും. സാധാരണ KSRTC ബസ്സുകളിൽ കാണുന്ന സ്റ്റോപ്പ് നെയിം ബോർഡിന് പകരം ഈ ബസ്സിൽ എഴുതിയിരിക്കുന്നത് ഉല്ലാസയാത്ര എന്നാണ്. ആ പേര് തന്നെ ഒരു ചെറിയ കൗതുകമുണ്ടാക്കും. വണ്ടി സ്റ്റാർട്ട് ആകുകയാണ്. ചാലക്കുടിയിൽ നിന്ന് മലക്കപ്പാറയിലേക്ക് നമ്മുടെ യാത്ര തുടങ്ങുന്നു. കണ്ടക്ടർ പതുക്കെ മൈക്കെടുത്തു. വലിയ പ്രഖ്യാപനങ്ങളൊന്നുമില്ല. സൗഹൃദമായൊരു ശബ്ദം. എല്ലാവർക്കും സുഖമാണോ? ഇവിടെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകളാണ് വന്നിരിക്കുന്നത്. സമയമുണ്ടല്ലോ, ഒന്ന് സ്വയം പരിചയപ്പെടാം. ബസ് പതിയെ മുന്നോട്ട് നീങ്ങുമ്പോൾ സംഘത്തിലൊരു ചേട്ടൻ സുന്ദരമായൊരു ഗാനം ആലപിക്കാൻ തുടങ്ങി. സഞ്ചാരികൾ ആ പാട്ടിന്റെ താളത്തിനൊത്ത് യാത്ര ആസ്വദിക്കുന്നു. ചിലർ താളം പിടിക്കുന്നു, ചിലർ ചുറ്റുമുള്ള കാഴ്ചകളിൽ മുഴുകുന്നു. വഴിയരികിൽ ഡ്രീം വേൾഡ് വാട്ടർ തീം പാർക്കിന്റെ മുൻവശം നമുക്ക് കാണാൻ പറ്റും. അടുത്ത സ്റ്റോപ്പ് അതിരപ്പള്ളി വെള്ളച്ചാട്ടം. പ്രഭാത ഭക്ഷണം കഴിക്കാൻ വണ്ടിയൊന്ന് നിർത്തി. ചൂടോടെ ഒരുക്കിയ അപ്പവും നൂൽപുട്ടും, അതിനൊപ്പം വ്യത്യസ്ത ഭക്ഷണങ്ങൾ. യാത്രക്കാരെല്ലാം സുഖമായി ഭക്ഷണം കഴിച്ചു. ചിരിയും സംസാരവും ആ നിമിഷങ്ങളെ കൂടുതൽ മനോഹരമാക്കി. വിശപ്പും ക്ഷീണവും മാറി. കൂടുതൽ ലഘുവായ മനസ്സോടെ എല്ലാവരും വീണ്ടും വണ്ടിയിലേക്ക്. ഒരു ബസ് യാത്ര, ഒരു പാട്ട്, ഒരുപാട് നല്ല മനസ്സുകൾ. ഉല്ലാസയാത്ര ഇങ്ങനെയാണ് മനോഹരമാക്കുന്നത്. അതിരപ്പള്ളി യാത്രയുടെ ആദ്യ സ്ഥാനം. ബസ് എത്തി. എല്ലാവരും പുറത്തിറങ്ങി. 50 രൂപയുടെ ടിക്കറ്റ് എടുത്ത് ഉള്ളിലോട്ട് നടന്നു. കല്ലിട്ട വഴിയിലൂടെ പതുക്കെ മുന്നോട്ട് നടക്കുമ്പോൾ ചുറ്റും പച്ചപ്പാണ്. മരങ്ങളുടെ തണൽ, ഇലകളിലൂടെ വീഴുന്ന സൂര്യപ്രകാശം. ഓരോ ചുവടും പ്രകൃതിയോട് കൂടുതൽ അടുത്തതായി. ദൂരത്തുനിന്നു തന്നെ വെള്ളത്തിന്റെ ശബ്ദം മെല്ലെ കേൾക്കാൻ തുടങ്ങും. അതിരപ്പള്ളിയുടെ അടുത്തേക്കുള്ള ഈ നടക്കൽ പോലും ഒരു ചെറിയ യാത്ര തന്നെയാണ്. മനസ്സിനെ ശാന്തമാക്കുന്ന ഒരു നല്ല അനുഭവം. നടന്നു മുന്നോട്ട് എത്തിയപ്പോൾ കാഴ്ച ഒന്ന് തുറന്നു. മുന്നിൽ വിസ്തൃതമായി ഒഴുകുന്ന നദി, ചുറ്റും മലകളും കാടുകളും. പ്രകൃതിയുടെ വലിയൊരു ക്യാൻവാസ് പോലെ. സന്ദർശകർ പ്രകൃതി ആസ്വദിച്ച് നിൽക്കുന്നു. ചിലർ ഫോട്ടോ എടുക്കുന്നു, ചിലർ കാഴ്ച നോക്കി വിശ്രമിക്കുന്നു. കാറ്റു തണുപ്പോടെ വീശുന്നു. സൂര്യപ്രകാശം പാറകളിൽ പതിക്കുന്നു. ഇവിടെ കാണുന്ന ഈ ചെറിയ കുടിൽ ആദ്യ നോട്ടത്തിൽ തന്നെ ഒരു കൗതുകമുണ്ടാക്കും. കല്ലിന്മേൽ പണിത ഈ ലളിതമായ കുടിൽ പ്രകൃതിയോട് ചേർന്ന് നിലകൊള്ളുന്നൊരു ഘടനയാണ്. ഓലമേഞ്ഞ മേൽക്കൂരയും മരക്കട്ടകളിൽ തീർത്ത ചുവരുകളും ഇതിനെ കാടിന്റെ ഭാഗമാക്കി മാറ്റുന്നു. ഇനി വെള്ളച്ചാട്ടത്തിന്റെ പ്രധാന ഭാഗത്തേക്ക് പോകാം. മുളവേലികൾ വഴിക്കരികിൽ സംരക്ഷണം നൽകുന്നു. ഇലകളിലൂടെ സൂര്യപ്രകാശം നിലത്തു പതിക്കുന്നു. പഴയ കാലം മുതൽ തന്നെ ഈ പ്രദേശം കാടുകളും നദിയും ചേർന്ന ഒരു സ്വാഭാവിക സമ്പത്തായിരുന്നു. പിന്നീട് അതിരപ്പള്ളി സിനിമകളിലൂടെയും യാത്രകളിലൂടെയും കേരളത്തിന്റെ അടയാളമായി മാറി. പടികളിലൂടെ പതുക്കെ താഴേക്ക് ഇറങ്ങുമ്പോൾ വെള്ളത്തിന്റെ ശബ്ദം കൂടുതൽ ശക്തമാകുന്നു. മുന്നിൽ അതിരപ്പള്ളി വെള്ളച്ചാട്ടം, കേരളത്തിന്റെ ഏറ്റവും പ്രശസ്തമായ വെള്ളച്ചാട്ടങ്ങളിൽ ഒന്ന്. അതിരപ്പള്ളി വെള്ളച്ചാട്ടം ചാലക്കുടി നദിയിലാണ് രൂപപ്പെട്ടിരിക്കുന്നത്. ഈ വെള്ളച്ചാട്ടം സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 120 മീറ്റർ ഉയരത്തിലാണ്. ഇവിടെ നദി 25 മീറ്റർ ഉയരത്തിൽ നിന്ന് താഴേക്ക് പതിക്കുന്നു. അതിരപ്പള്ളിയുടെ പ്രത്യേകതകളിലൊന്ന് ഇത് 4 ഭാഗങ്ങളായി വീഴുന്ന വെള്ളച്ചാട്ടമാണ് എന്നതാണ്. മൊത്തം ഏകദേശം 100 മീറ്റർ വീതിയിൽ വെള്ളം ഒഴുകുന്നു. അതിനാലാണ് ഇത് ഇത്രയും വിശാലമായ കാഴ്ചയായി തോന്നുന്നത്.
കണക്കുകളെല്ലാം ഒരു വശത്ത്, നേരിൽ കാണുമ്പോൾ പ്രകൃതിയുടെ ശക്തി മനസ്സിലാക്കാൻ ഇവ മതി. ഇവിടെ നിൽക്കുമ്പോൾ ചരിത്രമോ വിവരങ്ങളോ ഓർമ്മിക്കേണ്ടതില്ല. വെള്ളത്തിൻ്റെ ശക്തിയും പ്രകൃതിയുടെ ഭംഗിയും മതി. ഇവിടെ എത്തുമ്പോൾ ഒരുപാട് പേർക്ക് ഒരു സിനിമ ഓർമ്മ കൂടി മനസ്സിലേക്കെത്തും. പ്രശസ്തമായ ബാഹുബലി ദ ബിഗിനിങ് സിനിമയിലെ ചില പ്രധാന രംഗങ്ങൾ ഇവിടെയാണ് ചിത്രീകരിച്ചത്. വെള്ളച്ചാട്ടത്തിൻ്റെ ശക്തിയും വിശാലതയും സിനിമയിൽ കാണുമ്പോൾ അത്ഭുതമായി തോന്നിയെങ്കിൽ ഇവിടെ നേരിൽ കാണുമ്പോൾ അത് ഇരട്ടിയാകും. അതിനാലാവാം അതിരപ്പിള്ളിയെ ഇന്ത്യയുടെ നയാഗ്ര എന്ന് വിളിക്കുന്നത്. മഴക്കാലത്ത് അതിരപ്പിള്ളിയിൽ കൂടുതൽ വെള്ളമുണ്ടാകും. പർവ്വതങ്ങളിൽ പെയ്യുന്ന മഴ ചാലക്കുടി നദിയിലേക്ക് ചേരുമ്പോൾ വെള്ളച്ചാട്ടം കൂടുതൽ ശക്തിയോടെ ഒഴുകും. ഇനി വാഴച്ചാലിലേക്കാണ് യാത്ര. യാത്രയ്ക്കിടെ ബസ്സിനു മുന്നിൽ ചില ഗംഭീര ഗാനങ്ങൾ കേൾക്കുന്നു. ബസ്സിനു മുന്നിലിരുന്നവർ കരോക്കെ പാടുന്നു. ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ എല്ലാവരും ആ പാട്ടുകൾ നല്ല രീതിയിൽ പാടുന്നുണ്ട്. അന്താക്ഷരികൾ കളിച്ചും ആസ്വദിച്ചും യാത്ര തുടരുകയാണ്. അല്പം കഴിഞ്ഞ് ചെപ്പാറ വെള്ളച്ചാട്ടത്തിന് സമീപം വണ്ടി കുറച്ചു നേരം നിർത്തി. ചില സഞ്ചാരികൾ ഇറങ്ങി പാലത്തിൻ്റെ മുകളിലേക്ക് കയറുന്നു. അവിടെ നിന്ന് ചുറ്റുമുള്ള കാഴ്ചകൾ കണ്ട് ആസ്വദിക്കുന്നു. ആ കാഴ്ചകൾ മനസ്സിൽ സൂക്ഷിച്ച് വണ്ടി വീണ്ടും മുന്നോട്ട് നീങ്ങി. അതിരപ്പിള്ളിയിൽ എടുത്ത അതേ ടിക്കറ്റ് ഉപയോഗിച്ച് തന്നെയാണ് വാഴച്ചാലിലേക്കുള്ള പ്രവേശനം. ചാലക്കുടി നദിയുടെ കൂടുതൽ ശാന്തമായൊരു മുഖമാണ് വാഴച്ചാൽ. ചരിത്രം പറയുമ്പോൾ അതിരപ്പിള്ളിയേക്കാൾ കുറച്ച് ഉയരമുണ്ടെങ്കിലും വാഴച്ചാലിന് ഒരു പ്രത്യേക ശാന്തതയുണ്ട്. വെള്ളം ഒറ്റ വലിയ ചാട്ടമായി വീഴുന്നതിന് പകരം നീളത്തിൽ ഒഴുകി പാറകളെ തഴുകിയാണ് താഴേക്ക് പോകുന്നത്. അതിനാലാകാം വാഴച്ചാൽ കാണുമ്പോൾ ഒരു ശബ്ദമില്ലാത്ത സംഗീതം പോലെ തോന്നുന്നത്. സഞ്ചാരികൾ പ്രകൃതിയുടെ ഭംഗി ആസ്വദിച്ചു, ഫോട്ടോകൾ എടുത്തു. ഓരോരുത്തരും തങ്ങളുടെ സ്വന്തം ചെറിയ സന്തോഷങ്ങൾ കണ്ടെത്തി. അല്പം വിശ്രമത്തിനു ശേഷം ഇനി യാത്രയുടെ ഏറ്റവും കാത്തിരുന്ന ഭാഗം, കാടും മലയും ചേർന്ന മലക്കപ്പാറയിലേക്കുള്ള യാത്ര. മലക്കപ്പാറയിലേക്ക് പോകാൻ പ്രത്യേക അനുമതി ആവശ്യമാണ്. പക്ഷേ ഈ യാത്ര KSRTCയിലൂടെയായതിനാൽ ആ അനുമതികളും സുരക്ഷാ കാര്യങ്ങളും എല്ലാം അവർ തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. യാത്രക്കിടയിൽ വണ്ടിക്കുള്ളിൽ വീണ്ടും ചെറിയ എൻ്റർടൈൻമെൻറ്റുകൾ. ചിരിയും സംസാരവും ഒരു കൂട്ടായ്മയുടെ സുഖവും. പുറത്തെ കാഴ്ചകൾ മതി മനസ്സിന് നിറയാൻ. വണ്ടിയിലെ കണ്ടക്ടർ വഴിയിലുള്ള സ്ഥലങ്ങളെക്കുറിച്ച് വിവരിച്ചു കൊണ്ടിരിക്കുന്നു. ഇവിടെ നിന്ന് വന്യമൃഗങ്ങളെ കാണാൻ സാധ്യതയുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. ആ പ്രതീക്ഷയിൽ എല്ലാവരും വിൻഡോയിലേക്ക് നോട്ടം തിരിച്ചു. സൺഡേ സ്കൂളിലെ അധ്യാപകരും അവരുടെ പള്ളിയിലെ അച്ഛനും ഉൾപ്പെടുന്ന 15 പേരടങ്ങുന്ന ഒരു സംഘം യാത്രയിലുണ്ടായിരുന്നു. പാട്ടുകൾ പാടിയും തമാശകൾ പറഞ്ഞും അവർ യാത്രയെ കൂടുതൽ മനോഹരമാക്കി. അതേ ദിവസം തന്നെ വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ഒരു ചേട്ടനും ചേച്ചിയും ബസ്സിലുണ്ടായിരുന്നു. എല്ലാവരും ചേർന്ന് അവർക്ക് ആശംസകൾ നേർന്നു. അവർ മിഠായികൾ എല്ലാവർക്കും വിതരണം ചെയ്തു. ഇവിടെ കാട്ടാനകൾ ഉൾപ്പെടെയുള്ള വന്യജീവികൾ പ്രത്യക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട്. യാത്രക്കിടയിൽ ഷോളയാർ ഹൈഡ്രോ ഇലക്ട്രിക് വാൽവ് ഹൗസിന് സമീപം വണ്ടി നിർത്തി.
ഇവിടെ ഷോളയാർ നദിയുടെ ജലസമ്പത്ത് ഉപയോഗിച്ചാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. കേരളത്തിലും തമിഴ്നാട്ടിലുമായി വ്യാപിച്ചിരിക്കുന്ന ഈ പദ്ധതി ഒരു കാലത്ത് വലിയ സാങ്കേതിക നേട്ടമായിരുന്നു. അതേക്കുറിച്ച് കണ്ടക്ടർ ലളിതമായി വിശദീകരിച്ചു. ഇവിടെ നിന്ന് ഇനി നേരെ മലക്കപ്പാറയിലേക്ക്. ശാന്തമായി കിടക്കുന്ന നീലജലം കാടുകളുടെ നടുവിൽ പ്രകൃതിയുടെ കണ്ണാടി പോലെ തിളങ്ങുന്നു. കരകളിൽ കനത്ത പച്ചപ്പുള്ള വനങ്ങൾ വ്യാപിച്ചു നിൽക്കുന്നു. മരങ്ങളുടെ നിഴൽ വെള്ളത്തിൽ പതിക്കുന്നു. മലക്കപ്പാറ ഒരു കാലത്ത് ചെറുതായി മാത്രം അറിയപ്പെട്ടിരുന്ന ഒരു മലനാട് ഗ്രാമം. ബ്രിട്ടീഷ് കാലഘട്ടത്തിലാണ് ഇവിടുത്തെ തേയിലത്തോട്ടങ്ങൾ വികസിച്ചത്. അതിനുശേഷം തമിഴ്നാടും കേരളവും ഒന്നിച്ചു ചേരുന്ന ഒരു പ്രത്യേക സംസ്കാരമായി മലക്കപ്പാറ മാറി. ഒടുവിൽ നമ്മൾ എത്തി മലക്കപ്പാറ തമിഴ്നാട് അതിർത്തിയിൽ. ഇവിടെ ഉച്ചഭക്ഷണം, ലളിതമായ ഭക്ഷണം, പക്ഷേ യാത്രയുടെ ക്ഷീണം മാറ്റാൻ അതു മതി. ഇനി ഷോളയാർ ഡാമിലേക്കാണ് യാത്ര. ഷോളയാർ ഡാമിന്റെ വൻകിട ഷട്ടറുകൾ മുന്നിൽ ഉയർന്നു നിൽക്കുന്നു. കുത്തനെയുള്ള ഡാം ഭിത്തി അതിന്റെ ശക്തിയും വലിപ്പവും വ്യക്തമാക്കുന്നു. ഷട്ടറുകളിൽ നിന്നിറങ്ങുന്ന വെള്ളത്തിന്റെ അടയാളങ്ങൾ ഡാമിന്റെ ചരിത്രം പോലെ ഭിത്തിയിൽ പതിഞ്ഞു നിൽക്കുന്നു. ചുറ്റുമുള്ള കുന്നുകളും കാടുകളും ഈ ദൃശ്യം കൂടുതൽ ഭംഗിയാക്കുന്നു. മനുഷ്യന്റെ നിർമ്മാണ ശക്തിയും പ്രകൃതിയുടെ മഹത്വവും ഒരുമിക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. ഷോളയാർ ഡാം 1960കളിലാണ് ഇത് നിർമ്മിച്ചത്. പർവ്വത നദികളെ ഒന്നിപ്പിച്ച് ജലസേചനത്തിനും വൈദ്യുതിക്കും ഉപയോഗിക്കുന്ന ഒരു വലിയ പദ്ധതിയായിരുന്നു ഇത്. യാത്രക്കാരിൽ ഒരാൾ ചിരിച്ചുകൊണ്ട് പറയുന്നു, ഇത് മണ്ണുകൊണ്ടാണ് ഉണ്ടാക്കിയത് എന്ന്. ഡാമിന്റെ മുകളിൽ നിന്ന് ഈ വിശാലമായ ജലാശയം കണ്ണുകൾക്ക് മുന്നിൽ വിരിയുന്നു. ശാന്തമായി കിടക്കുന്ന വെള്ളം ചുറ്റുമുള്ള കുന്നുകളെ പ്രതിഫലിപ്പിക്കുന്നു. ഇടയ്ക്കിടെ ഉയർന്നു നിൽക്കുന്ന ചെറുകരഭാഗങ്ങൾ ജലാശയത്തിന്റെ സൗന്ദര്യം കൂട്ടുന്നു. അകലെയായി കാടുമൂടിയ മലനിരകൾ കാണാം. തിരിച്ചു വരുമ്പോൾ വീണ്ടും മലക്കപ്പാറയിലെ തേയിലത്തോട്ടത്തിൽ വണ്ടി നിർത്തി. സഞ്ചാരികൾ തേയിലത്തോട്ടത്തിനിടയിലൂടെ നടന്നു, ഫോട്ടോകൾ എടുത്തു, ഓർമ്മകൾ ശേഖരിച്ചു. അപ്രതീക്ഷിതമായി താഴെ നദിക്കരികിൽ ഒരു കൂട്ടം കാട്ടാനകൾ. ഒരു നിമിഷം എല്ലാവരും നിശബ്ദരായി. ഇടയ്ക്ക് കരിങ്കുരങ്ങുകളും. ഭയമില്ല, പക്ഷേ അത്ഭുതം മാത്രം. ഇതൊക്കെയാണ് ഈ യാത്രയെ പ്രത്യേകമാക്കുന്നത്. ചാലക്കുടിയിൽ നിന്ന് മലക്കപ്പാറ വരെ ഇത് വെറും ഒരു ബസ് യാത്രയല്ല, പ്രകൃതിയിലൂടെ മനസ്സിലേക്ക് പോകുന്ന ഒരു സഞ്ചാരം. ഉല്ലാസയാത്ര, പേര് പോലെ തന്നെ. ഈ യാത്ര ഗംഭീരമാക്കിയവരിൽ പ്രധാനപ്പെട്ടവരായ കണ്ടക്ടറും ഡ്രൈവറും വളരെയധികം പ്രശംസ അർഹിക്കുന്നു. സഞ്ചാരികൾ അവരുടെ സ്നേഹപരവും സൗഹൃദപരവുമായ സേവനത്തിന് നന്ദി പറഞ്ഞു. യാത്രകൾ ഇവിടെ അവസാനിക്കുന്നില്ല. ഓർമ്മകളും സന്തോഷങ്ങളും കൂട്ടിയെടുത്ത് ഞങ്ങൾ ചാലക്കുടിയിലേക്ക് തിരിച്ചു പോരുന്നു. ഈ മടങ്ങിവരവും യാത്രയുടെ ഭാഗമായി തന്നെ മനോഹരമാകുന്നു.